ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം. ഈശോ പറഞ്ഞു, ഈ കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? വളരെ വേദനയോടുകൂടി ഈശോ ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഫിലിപ്പോസേ നിനക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോയത്? നീ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഇത് തന്നെയല്ലേ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കും പറ്റിയത്. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഈശോയെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. ഫിലിപ്പോസിനും പറ്റിയത് അത് തന്നെയാണ്. ഈശോയെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. വേദനയോടുകൂടി ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്. സ്നേഹമുള്ളവരെ, ഇതേ ചോദ്യം ഈശോ ഇന്ന് എന്നോടും ചോദിക്കുന്നുണ്ട്. മോനെ, നിനക്ക് എന്തുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോവുക. ഈശോ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ഈശോ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നവൻ ഒരിക്കലും വേദനിച്ചു ജീവിക്കത്തില്ല. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവും. ഈശോ ഇല്ല എന്ന് ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കടക്കുമ്പോഴാണ് പലപ്പോഴും നിരാശയിലേക്ക് നമ്മൾ വീണു പോകുന്നത്. ഈ ലോകത്തിൻ്റെ പിന്നാലെ ഓടുന്നതും ലോകസുഖങ്ങൾ തേടി അലയുന്നതുമൊക്കെ ഈശോ ഇല്ല എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുമ്പോഴാണ്. ഈശോ കൂടെയുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവൻ ഒരിക്കലും ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. എത്രയോ അനുഗ്രഹങ്ങളാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രദാനം ചെയ്തത്. പക്ഷേ ഈശോ നൽകിയ ഈ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുക. ഈശോ നൽകിയ നന്മകൾ തിരിച്ചറിയുവാനായിട്ട്, അവൻ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുക. സ്നേഹമുള്ളവരെ, വലിയൊരു പരാജയം. ഈശോ നമ്മളോട് പറയുന്നതും നമ്മളോട് ചോദിക്കുന്നതും ഇതേ ചോദ്യം തന്നെയാണ്. വേദനയോടുകൂടി അവൻ ചോദിക്കുന്നത്, മോനെ, നിനക്ക് എന്തുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്? എന്നിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല എനിക്കുള്ളത്, മറിച്ച് എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയായിട്ട് അവൻ വന്നത്. എന്തിനാ? എൻ്റെ കൂടെ വസിക്കാനായിട്ട്, എന്നും എൻ്റെ കൂടെ വസിക്കാനായിട്ട്, ഒരു ഗോതമ്പപ്പമായിട്ട് അവൻ എൻ്റെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുക. അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ ഈ സ്നേഹം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ പിന്നീട് ഒരിക്കലും നമ്മൾ നിരാശപ്പെടത്തില്ല. എപ്പോഴും സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് പറ്റും. ഈശോ എന്നോട് ചോദിക്കുമ്പോഴും എനിക്കും പറയാൻ പറ്റില്ല, ഈശോയെ, നിന്നെ എനിക്കറിയാം, നീ എൻ്റെ കൂടെയുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ ഈ ലോകത്ത് പേടിക്കേണ്ട ആവശ്യം? എപ്പോഴും ഞാൻ സന്തോഷത്തിൽ ജീവിക്കും. അതുകൊണ്ട് കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട്, അവൻ്റെ കരം പിടിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.